ഇന്ത്യൻ അതിർത്തിയിൽ ഒരടി പോലും പിന്മാറില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെറും പ്രഖ്യാപനമല്ല, ശത്രു രാജ്യങ്ങളുടെ ഏതു മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർത്തെറിയാൻ ശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലുകൾ ഇപ്പോൾ അതിർത്തിയിൽ സജ്ജമാണ്. വെറും 3 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ഇതിന് സാധിക്കുമെന്നതും ശത്രുക്കളുടെ ഉറക്കം കെടുത്തുമെന്നതുമാണ് ഇതിന്റെ ഹൈലൈറ്റ്. ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നടത്തിയ പുതിയ മിസൈൽ വിന്യാസം, നമ്മുടെ സൈനികർക്ക് ലഭിച്ച ഏറ്റവും പുതിയ അമേരിക്കൻ റൈഫിളുകൾ, ഫിലിപ്പീൻസിന് പിന്നാലെ ബ്രഹ്മോസ് വാങ്ങാൻ ക്യൂ നിൽക്കുന്ന രാജ്യങ്ങൾ. ഏതായാലും വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 2.8 വേഗതയിൽ ഇത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും. നിലവിൽ ഒരു റഡാറിനും ഇതിനെ കണ്ടെത്താനോ തടയാനോ സാധിക്കില്ല. അതിർത്തിയിൽ ചൈനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്ത്യ ഇപ്പോൾ ബ്രഹ്മോസിനെ ലാൻഡ് അറ്റാക്ക് പതിപ്പുകളെ വിന്യസിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്നത് പിൻ പോയിന്റ് ആക്യുറസിയാണ്, അതായത് ഇതിന്റെ കൃത്യതയെയാണ് സൂചിപ്പിക്കുന്നത്. കിലോമീറ്ററുകൾ അകലെയുള്ള ഒരു കെട്ടിടത്തിന്റെ ജനാലയിലൂടെ പോലും മിസൈൽ അകത്തു കയറ്റി സ്ഫോടനം നടത്താൻ ബ്രഹ്മോസിന് സാധിക്കും. ആയുധങ്ങളുടെ കാര്യത്തിലും ഇന്ത്യ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞു. പഴഞ്ചൻ ഇൻസാസ് റൈഫിളുകൾക്ക് പകരം അത്യാധുനിക അമേരിക്കൻ നിർമ്മിത സിംഗ് സോയർ 716 റൈഫിളുകൾ നമ്മുടെ അതിർത്തിയിലെ സൈനികർക്ക് നൽകി തുടങ്ങി. ഏകദേശം 800 മീറ്റർ ദൂരമുള്ള ശത്രുവിനെ പോലും കൃത്യമായി വെടിവെച്ചിടാൻ ഈ റൈഫിളിന് സാധിക്കും. പാകിസ്ഥാൻ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാൻ ഇത് നമ്മുടെ ജവാന്മാരുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇതിനോടകം 2 ലക്ഷത്തിലധികം തോക്കുകളാണ് ഇന്ത്യ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മറ്റൊരു വൻ വിജയം കൂടി എടുത്തു പറയാനുണ്ട്. ഫിലിപ്പീൻസിന് പിന്നാലെ വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങാൻ ഇന്ത്യയുമായി ചർച്ചയിലാണ് എന്നതാണ് ആ വലിയ വാർത്ത. ചൈനീസ് ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമായി തന്നെ കണക്കാക്കണം. ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയമാണ് നമ്മുടെ രാജ്യത്തേക്ക് ഒഴുകുന്നത്. ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ലോകത്തിന് ആയുധം നൽകുന്ന രാജ്യമായി ഭാരതം മാറുകയാണ്. ഇതിനെല്ലാം പുറമെ ഹിമാലയൻ അതിർത്തികളിൽ സൈനികർക്ക് ഭാരമേറിയ ആയുധങ്ങളും ഭക്ഷണവും എത്തിക്കാൻ ഇന്ത്യ ഇപ്പോൾ റോബോട്ടിക് മ്യൂളുകൾ പരീക്ഷിക്കുകയാണ്. വായു കുറഞ്ഞ അതിശൈത്യമുള്ള മലനിരകളിൽ സൈനികരുടെ ജോലി എളുപ്പമാക്കാൻ ഈ യന്ത്ര മനുഷ്യർ സഹായിക്കും. ഭാവിയിലെ യുദ്ധങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണിത്.